ഗുഡ് മോർണിംഗ്. കട്ടൻ ചായ 149 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങൾ തരുന്ന ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 3886 പേരായി. All subscribers are welcomed to this program. Let us make a cup of black tea. For that we need the following ingredients: കറുവാപ്പട്ട, ഏലക്ക, തേയില, മധുരം, വെള്ളം. Let us start. ഒരു കട്ടൻ ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവ്വസജ്ജീകരണങ്ങളും നമ്മുടെ കട്ടിംഗ് ബോർഡിൽ ടീക്ക് വുഡ് പെക്കർ തന്ന കട്ടിംഗ് ബോർഡുകളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഓരോന്നോരോന്ന് ഞാൻ എടുത്തെടുത്ത് പറയാം. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ചായ ഇല, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് ബ്രാൻഡ് ടീ ലീവ്സാണ്. ലോങ് ടീ ലീവ്സ്, അതാണ് നമ്മൾ ഈ ചായക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ നമ്മളൊരു സ്പൂൺ എടുത്ത് വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഐറ്റം കറുവാപ്പട്ട, ഏലക്കായാണ്. കറുവാപ്പട്ടയും ഏലക്കായും പരസ്പരം ചേർന്നിരിക്കുന്നു, അരിഞ്ഞ് ചേർത്തിരിക്കുന്നു. ഷുഗർ ഫ്രീ സിഗ്നറാണ് നെക്സ്റ്റ് ഐറ്റം. അതിൻ്റെ ഒരു സ്പൂൺ മതി, കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂണ്. ഒരു ഗ്ലാസ് വെള്ളം വേണം. ഒരു കപ്പ്, അതായത് ഈ കപ്പിലേക്കാണ് നമ്മൾ ഈ ചായ തിളപ്പിച്ചൊഴിക്കുന്നത്. നെക്സ്റ്റ് ഐറ്റം നമ്മൾ സ്റ്റൗവിൻ്റെ പുറത്തേക്ക് പാത്രം എടുത്ത് വെച്ചു. ചെരുവൻ, അതായത് ഇതിന് വേണ്ട ചെരുവത്തിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുന്നു. സ്റ്റൗ കത്തിച്ചതിന് ശേഷം അത് വെള്ളം തിളയ്ക്കുന്നതുവരെ നമുക്കത് കത്തിക്കണം. അത് 2 മിനിറ്റോളം അത് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഇടുന്നു. കറുവാപ്പട്ടയും ഏലക്കായും കൂടെ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിരിക്കുന്നു. അത് അതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം അത് തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളയ്ക്കുന്നതുവരെ നമുക്ക് സംസാരിക്കാം. നമ്മളിപ്പോൾ ഈ കട്ടൻ ചായ റെഗുലറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ വീട്ടിലെ കുറച്ച് തിരക്ക് കാരണം എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു വീഡിയോ, എന്ത് കാര്യം നിസ്സാരമാണെന്ന് പറഞ്ഞാലും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വരെയുള്ള പ്രവൃത്തികൾ വളരെ ദീർഘമായൊരു പ്രവൃത്തിയാണ്. ഇത് 7-8 മിനിറ്റ് നേരത്തെ വീഡിയോ ആണെങ്കിലും എനിക്കതൊരു 1-2 മണിക്കൂർ മെനക്കെട്ടലാണ് അതിൻ്റെ സത്യാവസ്ഥയാണ്. അതായത് കുറച്ച് നേരം അധ്വാനിച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാകുന്നത്. അതാണ് ഈ വീഡിയോ ഇറഗുലറായി പോകാൻ കാരണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത്ര സമയം ഇതിനകത്ത് പറ്റിയില്ല. വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട്, വീട്ടിലെ ജോലികൾ കൊണ്ട്, വേറെ കാര്യമൊന്നുമില്ല. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് വയനാട്ടിലെ വിഷയങ്ങളാണ്. അർജുനൻ്റെ വിഷയം എല്ലാവരും മറന്നു. ഇപ്പോൾ വയനാട്ടിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ. വയനാട്ടിലെ ജീവിതം നോർമലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും അവരവരുടെ സഹായ സഹകരണങ്ങൾ നൽകാനും അഭ്യർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ടും വ്യക്തിപരമായ സഹായമായിട്ടും അവിടെ പോയി ചെയ്യാവുന്ന സേവാ വർക്കുകളായിട്ടും എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചായയുടെ ഇല ഇട്ടു, തേയില ഇട്ടു. ആ തേയില പ്രത്യേക സൈസ് തേയിലയാണ്. അതായത് അതിൻ്റെ കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത് തിളച്ച വെള്ളത്തിലേക്ക് ഇടാവുള്ളൂ. വെള്ളം തിളപ്പിച്ചതിന് ശേഷം പിന്നെ അതിട്ടിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ സത്ത് ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് സൂക്ഷിച്ചിരിക്കണം. അതിൻ്റെ കാണിച്ചിരിക്കുന്ന ഒരു സമയക്രമമാണിത്. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, ലൈറ്റ്, മീഡിയം, ഡാർക്ക് എന്നീ കളറുകളിൽ കിട്ടാനായിട്ടാണ്. ഇപ്പം നമ്മളിപ്പം മീഡിയം കളറാണ് എടുത്തിരിക്കുന്നത്. 2 മിനിറ്റ്, 3 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ അരിപ്പയിലൂടെ ഒഴിച്ച് അരിച്ചെടുക്കുന്നു. അരിച്ചെടുത്തതിന് ശേഷമാണ് അത് നമ്മളൊരു കപ്പിലേക്ക് ഇടുന്നത്. ആ കപ്പിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്ക് മധുരം ഇടണം. ഷുഗർ ഫ്രീ സിഗ്നർ, പഞ്ചസാര രഹിത മധുരം, അതിൻ്റെ ഒരു സ്പൂണ് അത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്പൂണ് പഞ്ചസാര രഹിത മധുരം ഇതിലേക്ക് ഇടുകയാണ്.
ഇതാണ് കാണിക്കുന്നത് പഞ്ചസാര രഹിത മധുരം. അതിട്ടിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കിയത് ഇങ്ങനെ പതർത്തെ പിടിച്ചിങ്ങനെ ചുമ്മാ ഒന്ന് ഇളക്കിയാൽ മതി. അത് കപ്പിലേക്ക് ഒഴിക്കുന്നു. ഈ കപ്പ് ഇതിനായിട്ട് തന്നെ മേടിച്ചതാണ്. കമൻറ്റ് ബോക്സിലൊരു അഭിപ്രായം വന്നിരുന്നത് ഇതൊരു അത്ഭുതം പോലെ, അതായത് ഇതൊരു വീട്ടിൽ ഇല്ലേ എന്നായിരിക്കും, പക്ഷേ അത്ഭുതപ്പെട്ടതിൻ്റെ പിന്നിലെ രഹസ്യം. ഇത്തരം കപ്പ് ഞാനിങ്ങനെ മറ്റു വീഡിയോയിൽ കണ്ടപ്പോഴാണ് എനിക്ക് എത്ര മേടിക്കണമെന്ന് മോഹം തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. നേരത്തെ ഗ്ലാസ്സിനകത്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കപ്പ് നമ്മൾ പ്രാർത്ഥന ടേബിളിൽ കൊണ്ടുവച്ചു. ഇവിടെയാണ് ഇനി നമ്മുടെ പ്രോഗ്രാം വളരെ സീരിയസ് ആകുകയാണ്. വളരെ ആദരവോടു കൂടി തന്നെ നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു. ബൈബിളിൽ നോക്കി നമുക്ക് പ്രാർത്ഥിക്കണം. ബൈബിൾ നോക്കി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ. ഈ പ്രോഗ്രാം 8-ാം തീയതി ജൂലൈ 8-ന് നടന്നതാണ്. ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും അതിൻ്റെ അനിശ്ചിതം വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വചനം സുഭാഷിതങ്ങൾ 4-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ളതാണ്. 20, 21, 22, 23, 24, 25 അങ്ങനെ ഉള്ള വചനങ്ങളാണിത്. അപ്പോൾ അത് നമുക്ക് ബൈബിളിൽ ആ ഭാഗം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. അത് വായിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്ക്രീൻഷോട്ട് ഉണ്ട്, അത് നോക്കി ഞാൻ വായിക്കാം. സുഭാഷിതങ്ങൾ അധ്യായം 4, 20 മുതലുള്ള വാക്യങ്ങൾ. മകനെ, നിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിൻ്റെ ദൃഷ്ടിപഥത്തിലൊന്നും മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നകറ്റിക്കളയുക. കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിൻ്റെ ദൃഷ്ടി അവക്രമമായിരിക്കട്ടെ. നിൻ്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്. തിന്മയിൽ കാലൂന്നുകയും അരുത്. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം. ഗുഡ് ലക്ക്.